കെ.എസ്. ഹരിഹരനെതിരെ വ്യാപക പ്രതിഷേധമാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വേദിയിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോ ഷാഫി പറമ്പിലോ അടക്കമുള്ളവർ ഈ നിമിഷം വരെ ഈ വിഷയത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കോൺഗ്രസ് തള്ളി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ DCC പ്രസിഡന്റ് മാത്രമായ പ്രവീൺ കുമാർ ഈ വിഷയത്തിൽ തള്ളിപ്പറഞ്ഞ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക പ്രസ്താവന ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് DCC പ്രസിഡന്റിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം, കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതുവരെ അവരാരും സംസാരിച്ച് നമ്മൾ കണ്ടില്ല. ഒപ്പം തന്നെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിനെതിരായ നിലപാട് സ്വീകരിച്ച് കണ്ടില്ല. ഇതൊരു വാർത്ത കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് അവരുടെ ചർച്ചകളോ അതല്ലെങ്കിൽ UDF നേതൃത്വത്തിനെതിരായ നിലപാടുകളോ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കെ രമ പറഞ്ഞതാണ്. അതായത് ഇത് വലിയ വിവാദമായപ്പോൾ ഹരിഹരൻ ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. അതോടെ ആ വിവാദം തീർന്നുവെന്നാണ് കെ രമ പറയുന്നത്. അങ്ങനെ തീർന്നതാണോ ആ വിവാദം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഒരു ഖേദപ്രകടനത്തിലൂടെ അവസാനിക്കുന്നതാണോ? കേരളം ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന ശൈലജ ടീച്ചറിനെതിരെ, നമ്മുടെ പ്രിയപ്പെട്ട നടിയായ മഞ്ജു വാര്യർക്കെതിരെ കെ.എസ്. ഹരിഹരൻ എന്ന UDFന്റെ RMPയുടെ നേതാവ് നടത്തിയ ഈ വൃത്തികെട്ട വാക്കുകൾ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ജോഷില കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ജോഷില, ഈ കെ.എസ്. ഹരിഹരൻ ഈ തെമ്മാടിത്തരം പറയുമ്പോൾ ആ വേദിയിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഷാഫി പറമ്പിൽ, PMA സലാം അടക്കമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ അവരുടെ ആരുടെയും ഭാഗത്ത് നിന്ന് ഈ വാക്കുകളെ തള്ളി പറഞ്ഞുകൊണ്ടൊരു നിലപാട് വന്നത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവർ ആദ്യമായിട്ട് നമുക്ക് ആ യോഗത്തിലേക്ക് വരാം. എന്തിനായിരുന്നു ഇന്നലെ UDF വടകരയിൽ യോഗം സംഘടിപ്പിച്ചത്? ഞങ്ങൾ ശൈലജ ടീച്ചർക്കെതിരെയോ അതല്ലെങ്കിൽ LDFനെതിരെയോ ഇത്തരത്തിൽ മോശം പ്രചരണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അവർ ചെയ്തതെന്ന് ഇന്നലെ പരസ്യമായി പറയുകയായിരുന്നില്ലേ ഹരിഹരൻ? ഇന്നലെ വടകരയിൽ ഇത്തരത്തിൽ ഒരു യോഗം ചേർന്നത് CPIM-നെതിരെ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതായത് വർഗീയതയ്ക്കെതിരെ ഒരു നിലപാട് തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ആയിരുന്നു ഇന്നലെ. അതേസമയം തന്നെ CPIM-നെ വളരെ അധികം എതിർക്കാനും ആയിരുന്നു ഈ ഒരു യോഗം RMPIയും അതുപോലെ തന്നെ UDF-ഉം വിളിച്ചു ചേർത്തത്. എന്നാൽ ഇതിലുണ്ടായ പരാമർശം എന്ന് പറയുന്നത് വീണ്ടും ശൈലജ ടീച്ചറെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം ഒരാൾ നടത്തുക, അതും ഈ പ്രതിപക്ഷ നേതാവിനെ അടക്കം ഇരുത്തിക്കൊണ്ട് നടത്തുക എന്നുള്ളതാണ്. ആ ഒരു പരാമർശത്തെ എതിർക്കാൻ പോലും കെ.എസ്. ഹരിഹരൻ, RMPIയുടെ ബുദ്ധിജീവി എന്ന് RMPI തന്നെ വിശേഷിപ്പിക്കുന്ന ഒരാളാണ് കെ.എസ്. ഹരിഹരൻ. അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഇത്തരത്തിൽ വാക്കുകൾ ഉണ്ടാവുക, അതിനെ മൗനത്തോടെ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇവരൊക്കെ തന്നെ സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് ആ വീഡിയോയിൽ തന്നെ അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ആ വാക്കുകൾ, ആ തെമ്മാടിത്തരം അങ്ങനെ തന്നെ പറയണം. കെ.എസ്. ഹരിഹരൻ പറയുമ്പോൾ ആ വേദിയിൽ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നു എന്നതല്ലാതെ ഇത് തെറ്റാണ്, അങ്ങനെ പറയരുത് എന്ന് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പോൾ ഈ പരസ്യമായി കെ.എസ്. ഹരിഹരൻ പറഞ്ഞതല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രഹസ്യമായി അവരവിടെ കാണിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. അതായത് RMPIയുടെ നേതൃത്വം പോലും അതിനെ എതിർക്കാൻ വേണ്ടി തുനിഞ്ഞിരിക്കുന്നത് ഇന്ന് പുലർന്നതിന് ശേഷമാണ് എന്നുള്ളതാണ്. നവമാധ്യമങ്ങളെല്ലാം തന്നെ ഇത് ഏറ്റെടുക്കുകയും ഹരിഹരനെതിരെ വലിയ തോതിൽ പ്രതിഷേധം, സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ പ്രതിഷേധം ഉയരുകയും, എന്നാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ മറ്റ് ചാനലുകളൊക്കെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടും അഥവാ വളരെയേറെ അത് വലിയൊരു സംഭവമല്ല എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചുകൊണ്ടും, എന്നാൽ വാർത്ത കൊടുക്കാതിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന ഈ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നവമാധ്യമങ്ങളിൽ ഉയർന്ന കാര്യങ്ങൾ അത് വലിയ അടിയായി UDFനും RMPIക്കും നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് രാവിലെ കെ രമയുടെ ഒരു പ്രതികരണം ഞാൻ കാണുകയുണ്ടായി. അവർ പറഞ്ഞത്, അതായത് കെ.എസ്. ഹരിഹരൻ ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചു, അതുകൊണ്ട് ഈ വിവാദം ഇവിടെ അവസാനിക്കുകയാണെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അവസാനിക്കുമോ ഈ വിവാദം? ഒരു ഖേദപ്രകടനം കൊണ്ട് മാത്രം അയാൾ ഇന്നലെ ആ വേദിയിൽ പറഞ്ഞ ആ വൃത്തികേട് ഇല്ലാതാകുമോ? ആ തെറ്റ് ഇല്ലാതാകുമോ? അത് ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ പറഞ്ഞൊരു പ്രസ്താവനയായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? ഈ സമീപകാല അല്ലെങ്കിൽ സമീപ ദിവസങ്ങളിലെ അവരുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങളുടെ ഒരു ആകത്തുകയെടുത്താൽ
മനു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ആകെ തന്നെ പ്രതിഷേധ സ്വരം ഉയർന്നപ്പോഴാണ് കെ എസ് ഹരിഹരൻ ഇത്തരത്തിലൊരു പരാമർശം, അതായത് ക്ഷമിക്കണം എന്നുള്ള രീതിയിലുള്ള പരാമർശം ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചത്. എന്നാൽ പോലും അത് വലിയൊരു കാര്യമായി കൊട്ടിഘോഷിക്കുകയും എന്നാൽ അദ്ദേഹം ഉന്നയിച്ച വാക്കുകളെ അത് തള്ളിക്കളയുന്നു എന്ന് പറയുക മാത്രം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കെ രമയടക്കം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതായത് ഒരു സ്ത്രീ തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം പരാതി നൽകുകയും ആ സ്ത്രീക്കെതിരെ വീണ്ടും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചേർന്നിരിക്കുന്ന യോഗത്തിൽ വളരെ അശ്ലീലകരമെന്ന അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തുകയും ആ സ്ത്രീയെ മാത്രമല്ല മറ്റൊരു സ്ത്രീക്കെതിരെ ആണെങ്കിൽ അത് സമ്മതിക്കാമായിരുന്നു അല്ലെങ്കിൽ വിശ്വസിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ പ്രശസ്തരായ രണ്ട് സ്ത്രീകളെ ഒരു സമൂഹ മധ്യത്തിൽ നിന്ന് അപമാനിച്ച വാക്കുകളെ മാത്രം തള്ളി പറഞ്ഞുകൊണ്ട്, എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒരു സാംസ്കാരിക ബോധത്തെ കുറിച്ച് ഒന്നും പറയാതെ ജോഷിന് പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ കെ എസ് ഹരിഹരന്റെ ഖേദപ്രകടനം ഒന്ന് നോക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു. അതായത് മാധ്യമപ്രവർത്തകരും സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയും അടക്കം അത് സജീവമായി ചർച്ചയാക്കിയപ്പോഴാണ് ഖേദം പ്രകടിപ്പിക്കുന്നത്. അതല്ലാതെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന തോന്നലിൽ നിന്ന് വന്നതല്ലത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം ഫേസ്ബുക്കിലടക്കം നടത്തിയിരിക്കുന്നത്. കെ എസ് ഹരിഹരൻ എന്നൊരാൾക്ക് മനഃപൂർവ്വമല്ലാതെ ഒരു വാക്കുപോലും പുറത്തു വരുന്ന ഒരാളല്ല കെ എസ് ഹരിഹരൻ. അദ്ദേഹം സ്വബോധമില്ലാതെ പ്രതികരിക്കുന്ന ഒരാളുമല്ല. അതും പ്രത്യേകിച്ച് ഇത്തരം ഒരു വേദിയിൽ സ്വബോധത്തോടുകൂടി പറഞ്ഞ വാക്കുകളെ പിന്നീട് നവമാധ്യമങ്ങളും മറ്റ് ആളുകളും വിളിച്ചു പറഞ്ഞപ്പോൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഇല്ലാതായി തീരുന്നതാണോ എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊരു യുവതിയെ കൂടി ഇതിലേക്ക് കൊണ്ടുവരികയും അശ്ലീലകരമായ രീതിയിൽ പരിഹസിച്ചുകൊണ്ടൊരു പരാമർശം നടത്തുകയും ചെയ്യേണ്ട ഒരു വേദിയായിരുന്നോ അത് എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ, PMA സലാം അടക്കമുള്ളവർ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അശ്ലീലകരമായ പരാമർശം രണ്ട് പ്രശസ്തരായ സ്ത്രീകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു നടപടി പോലും സ്വീകരിക്കാതെ വാക്കുകളെ തള്ളുന്നു എന്ന് പറയുക മാത്രമാണോ ഒരാൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും സമൂഹം ചിന്തിക്കേണ്ടത് തന്നെയാണ്. അതായത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഷൈല ടീച്ചറെ അധിക്ഷേപിക്കാൻ ഈ വടകരയുമായോ തെരഞ്ഞെടുപ്പുമായോ ഒരു ബന്ധവുമില്ലാത്ത മഞ്ജു വാര്യരെ കൂടി അതിലേക്ക് വലിച്ചിഴച്ച് അവർക്കെതിരെ ലൈംഗിക ആക്ഷേപ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയാണ്. അതായത് ഒരു സ്ത്രീയെ ആക്ഷേപിക്കാൻ മറ്റൊരു സ്ത്രീയെ കൂടി വലിച്ചിഴച്ചുകൊണ്ട്. അപ്പോൾ പൊതുവെ സ്ത്രീ സമൂഹത്തോടുള്ള ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എന്നാണോ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായും മനു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും. അതായത് മഞ്ജു വാര്യർ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിഴച്ചത് എന്നുള്ളതാണ്. കെ ശൈലജ ടീച്ചർ നേരത്തെ തന്നെ നൽകിയിരുന്നു. തനിക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്, വീഡിയോകൾ അടക്കം പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത്. അതവിടെ നിൽക്കെ അതിനെ പരിഹസിക്കാൻ വേണ്ടി മഞ്ജു വാര്യരെ പോലുള്ള ഒരു സമൂഹ മധ്യത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയെ കൂടി കൊണ്ടുവന്ന് അപമാനിക്കുക, അവരുടെ വീഡിയോ ആയിരുന്നെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. അതായത് ഇത്തരം വീഡിയോ എടുക്കാൻ പറ്റിയ ആളാണ് മഞ്ജു വാര്യർ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ടീച്ചറെ അപമാനിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. ഇത്തരത്തിൽ രണ്ട് സ്ത്രീകളെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്ന ഒരാളെ വീണ്ടും ആ പാർട്ടിയിൽ കൊണ്ടു നടക്കാൻ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യം.